Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മളുടെ നാട്ടിലെ പെരുന്നാളപ്പത്തിൻ്റെ വേറൊരു റെസിപ്പിയുമായിട്ടാണ്. നെയ്യട, പിരിയട, പൂവട എന്നൊക്കെ പറയും. ഇതിനെ സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്നതാണിത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോൻ്റെ ജഗ്ഗരിയാണ് കേട്ടോ. ബെല്ലം, നമ്മളുടെ നാട്ടിലെ ബെല്ലം 1/2 കിലോയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കച്ചറയൊന്നും ഇല്ല. ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ജഗ്ഗരിയാണ് ഇത്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ടാണ് ഞാൻ മുട്ടയോട് കുത്തിയിട്ട് പൊടിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അത് മെൽട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് 2 കപ്പ് നല്ല ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ട് പച്ച തേങ്ങയില്ലേ, അത് ഇടാതിരിക്കൽ എപ്പോഴും നല്ലതായിരിക്കും. അന്നെങ്കിൽ കുറേ നേരം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടാൻ കുറേ സമയമെടുക്കും. ഇതാണെങ്കിൽ കുറച്ച്, എനിക്ക് സാധാരണ തന്നെ ഇവിടെ കുറച്ച് ഉണങ്ങിയ തേങ്ങ തന്നെയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. ഞാനത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 ഫുള്ളായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ചിരവിയത്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളം, ഇതിലും വെള്ളമുണ്ട്, അതും കൂടി നല്ല പോലെ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങയിലുള്ള വെള്ളം തന്നെ ഇത് വറ്റി കിട്ടണം. ഇത് ഞാൻ ജീരകവും ഏലക്കപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയും ജീരകം 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ക്യുമിൻ സീഡ്. അപ്പോൾ അതിലേക്ക് ഇത് നെയ്യടല്ലേ, അപ്പോൾ അതിലേക്ക് നെയ്യും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലത്തെ ആ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ വേണം. നമ്മളുടെ നാട്ടിൽ ബണ്ടികയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ മറ്റേ വെല്ലത്തിൻ്റെയൊക്കെ മുട്ടായി, അപ്പോൾ അത് നല്ല കട്ടിയായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഇരിക്കണം ഇതിൻ്റെ ഫില്ലിങ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ആക്കി എടുക്കാം കേട്ടോ. ഇത് കുഴക്കാൻ എടുക്കുന്ന വെള്ളം അവരവരുടെ പൊടിക്കനുസരിച്ചിട്ട് ഇരിക്കും. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് ഇതിനെ കുഴച്ചെടുക്കാം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെയിം ടൈമിൽ തന്നെ നമ്മൾക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് അതിനെ നമ്മൾക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ, അത്രയ്ക്കും തിന്നായിട്ട് തന്നെ പരത്തണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ന്യൂട്ടെല്ലൻ്റെയൊക്കെ അടുപ്പുണ്ടാവൂലേ, മൂടി, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. നമ്മളുടെ കയ്യിൽ കുക്കീസ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പകരം ഇഡ്ഡലിയുടെ ചെറിയ ഒരു ബോളൊക്കെ ഉണ്ടാവില്ലേ, ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന പാത്രം, അതുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾക്ക് ഇതിന് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് എന്താണോ ഇഷ്ടം അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ പോർഷനൊക്കെ അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് പിന്നീട് നമ്മൾക്ക് അതുപോലെ തന്നെ സെയിം മെത്തേഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് നമ്മൾക്ക് കയ്യിലെടുക്കാവുന്ന അതുപോലെ ആയിട്ട് കിട്ടുന്നുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. കുറച്ച് ഇതിൻ്റെ വെള്ളമൊന്നും ഇല്ലല്ലേ, അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മൾക്ക് എത്ര വേണമെങ്കിലും കയ്യിലെടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡിലേക്കൊക്കെ വെള്ളമാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്തെടുക്കണം. ഇത് പ്രസ് ചെയ്യുന്നത് നല്ല പോലെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിക്കില്ല. അതിങ്ങനെ ഫില്ലിങ്സൊക്കെ പുറത്തോട്ട് പോവും. എന്നിട്ട് ഇതുപോലെ നമ്മൾക്ക് ഈ പൂവടൻ്റെ ഷേപ്പാക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് മോളാണ് കേട്ടോ ചെയ്തെടുക്കുന്നുള്ളത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളാണ് ആദ്യം ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതൊക്കെ മോൾ ചെയ്തതാണ്. പിന്നീടുള്ളതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടോ ഓയിൽ ചൂടായ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ സൈഡും
സൈഡും നല്ല പോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇതൊരിക്കലും ഓപ്പണായി പോകാൻ പാടില്ല. ഓയിലിട്ടിട്ട് അത് വെന്ത് വരുന്ന ടൈമിൽ, എന്നാലേ നമ്മൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എല്ലാവരും പ്രശ്നമാണ് ഇത് ഓയിലിട്ടിട്ടാകുമ്പോൾ ഇത് ഓപ്പണായി പോകുന്നുള്ളത്. അത് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടി കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ തന്നെ വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത്. ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് അതിൻ്റേതായ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നല്ല പോലെ ഒട്ടിയിട്ടും കിട്ടും. എന്നിട്ട് ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ചൂടായി വന്നേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം, കുറച്ച് ടൈം എടുത്തിട്ട് മാത്രം വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. ആ രണ്ട് സൈഡും മൊരിച്ചെടുക്കണം. ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നത് വരെ ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾക്ക് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇടരുത് കേട്ടോ. എന്നാലേ നമ്മൾക്കത് പുറമെ സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാവും. പക്ഷേ അകം സൈഡ് അത്രക്കൊന്നും വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. വെന്തിട്ടുണ്ടെങ്കിലും അത് സോഫ്റ്റായിട്ട് പെട്ടെന്ന് പോവും. ഇത് കുറേ കാലതാമസം പോലെ ഇരിക്കത്തില്ല. നമ്മൾക്ക് ഇത് അടിച്ചു വെച്ചാൽ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ 1 മാസത്തിന് മേലെ നമ്മൾക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. നല്ല ക്രിസ്പിയോടെ തന്നെ നമ്മൾക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഓരോ സൈഡും ഗോൾഡൻ കളർ ആയി വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഒരുപോലെ എല്ലാ സൈഡും ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് പൂവട, പിരിയട നമ്മൾക്ക് ഇവിടെ ആയിട്ടുണ്ട്. നെയ്യട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ട് നോക്ക്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ നെയ്യട ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ നെയ്യട. ഇത് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പക്ഷേ ഇത്തവണ മൈദയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. എൻ്റെ ഫ്രണ്ടിന് കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. ഇതവിടെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിലും ഇത് ക്രിസ്പി ഇല്ലാതായിട്ട് പോകുന്നില്ല. ഇത് നല്ല കറുമുറാന്നിരിക്കും. ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ പെരുന്നാളിന് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്ക്. പെരുന്നാളപ്പത്തിൻ്റെ എല്ലാ റെസിപ്പീസും ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതും യൂസ്ഫുൾ ആവുന്നവർ കണ്ടു നോക്ക്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.